നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പൂർവാധികം ശക്തിയോടെ തന്നെ എൻഡിഎ അടുത്ത 5 വർഷവും അതിനപ്പുറവും ഭരിക്കും എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എൻഡിഎ സഖ്യകക്ഷിയായ തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവായ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ നടന്ന ഒരു സംഭവമാണ് ഇനി വരാൻ പോകുന്ന എൻഡിഎ സർക്കാർ എങ്ങനെയായിരിക്കും എന്ന സൂചനകൾ നൽകുന്നത്. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ഉടൻ തന്നെ 1631 ദിവസമായി തുടരുന്ന പ്രക്ഷോഭം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കർഷകർ എന്ന വാർത്തയാണ് പുറത്തു വന്നത്. കഴിഞ്ഞ 4.5 വർഷമായി തുടർച്ചയായി സമരത്തിലായിരിക്കുകയായിരുന്നു കർഷകർ. ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വന്നതോടെ ഇനി ഒരു കാര്യത്തിനും പേടിക്കേണ്ടതില്ല എന്ന് മനസ്സിലായാണ് സമരം നിർത്താൻ കർഷകർ തീരുമാനിച്ചത്. ഇതോടുകൂടിയാണ് എത്രമാത്രം ശക്തരും ജനപ്രിയരുമാണ് എൻഡിഎ സഖ്യകക്ഷികൾ എന്ന കാര്യം വ്യക്തത വരുന്നത്. വിജയവാഡയിൽ നടന്ന ചടങ്ങിൽ നായിഡുവും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് വെറും മണിക്കൂറുകൾക്ക് ശേഷം കർഷകർ തങ്ങളുടെ ഗ്രാമത്തിലെ പ്രതിഷേധ ക്യാമ്പുകൾ നീക്കം ചെയ്യുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ ഏക തലസ്ഥാനമായി അമരാവതി വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 1631 ദിവസമായി സമരം നടത്തി വരികയായിരുന്നു കർഷകർ. അമരാവതിയെ ഏക സംസ്ഥാന തലസ്ഥാനമായി വികസിപ്പിക്കാനുള്ള മുൻ TDP സർക്കാരിന്റെ തീരുമാനം മാറ്റി. തന്റെ സർക്കാർ 3 സംസ്ഥാന തലസ്ഥാനങ്ങൾ വികസിപ്പിക്കുമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് 2019 ഡിസംബറിൽ പ്രതിഷേധം ആരംഭിച്ചത്. മതപരിവർത്തനം എന്ന ലക്ഷ്യം അല്ലാതെ മറ്റൊന്നും അജണ്ടയിൽ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു YSR ജഗൻമോഹൻ റെഡ്ഡി. സംസ്ഥാനത്തിന്റെ പുരോഗതി എന്നത് റെഡ്ഡിയുടെ ലക്ഷ്യത്തിലെ ഉണ്ടായിരുന്നില്ല. വിശാഖപട്ടണത്തെ ഭരണ തലസ്ഥാനമായും കണ്ണൂരിനെ ജുഡീഷ്യൽ തലസ്ഥാനമായും വികസിപ്പിക്കാനും അമരാവതിയെ നിയമനിർമ്മാണ തലസ്ഥാനമായി മാത്രം നിലനിർത്താനും ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ പദ്ധതിയിട്ടിരുന്നു. TDPയുടെ സഖ്യകക്ഷികളായ ജനസേനയും BJPയും അമരാവതിയെ ഏക സംസ്ഥാന തലസ്ഥാനമായി വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. 2015 ഒക്ടോബറിൽ TDP കേന്ദ്രത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ ഭാഗമായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അമരാവതിക്ക് തറക്കല്ലിട്ടത്. സിംഗപ്പൂർ തയ്യാറാക്കിയ അമരാവതിയുടെ മാസ്റ്റർ പ്ലാൻ നായിഡുവിന് ലഭിച്ചിരുന്നു. 9 തീം സിറ്റികളും 27 ടൗൺഷിപ്പുകളുമുള്ള ഇത് 217 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വിത്ത് കോർ, ക്യാപിറ്റൽ സിറ്റി, ക്യാപിറ്റൽ റീജിയണൽ എന്നിങ്ങനെ 3 ഘടകങ്ങളായാണ് ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായതോടെ ഇനി വലിയ കുതിപ്പാണ് ആന്ധ്രാപ്രദേശ് കാണാൻ പോകുന്നത് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. എൻഡിഎയുടെ പ്രശസ്തമായ സിവിൽ എഞ്ചിൻ സർക്കാർ അമരാവതിയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇതോടുകൂടി എടുത്തു മാറ്റേണ്ടി വരാൻ പോകുന്നത് പാവപ്പെട്ട ഇന്ത്യ സഖ്യ കക്ഷികൾ കാത്തുവച്ചിരുന്ന ഇന്ത്യ ഭരിക്കാമെന്ന മോഹങ്ങളാണ്. നിതീഷ് കുമാറിനെയോ ചന്ദ്രബാബു നായിഡുവിനെയോ അടർത്തിയെടുത്തുകൊണ്ട് NDA സഖ്യം പിളർത്താമെന്ന വിദൂര സ്വപ്നം ഇന്ത്യ സഖ്യത്തിലെ ചിലരെങ്കിലും തീർച്ചയായും സ്വപ്നം കണ്ടിരിക്കും. എന്നാൽ ബീഹാറിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും വികസനത്തിനായി എന്തു ചെയ്യാൻ മടിയില്ലാത്തവരാണ് നിതീഷും ചന്ദ്രബാബു നായിഡുവും. അതിനാൽ തന്നെ ഇനി BJP തന്നെ വിചാരിച്ചാലും NDA സഖ്യത്തിൽ നിന്നും ഒരു ചെറുനാമ്പ് പോലും പുറത്തു പോകാൻ നിതീഷ് കുമാറും നായിഡുവും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതെ, NDA കളി തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ചെറിയൊരു ട്രെയിലർ മാത്രമാണിപ്പോൾ ആന്ധ്രയിൽ കണ്ടത്. ഇനിയും പലതും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ.